ഹലോ ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ കോട്ടയത്ത് മലബാർ വില്ലേജ് ഓപ്പൺ ആയ കാര്യം? ഇത് ഇവരുടെ 9th ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. ഇത്രയും ആംബിയൻസിൽ ഇരുന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കോട്ടയത്ത് വേറൊരു റെസ്റ്റോറന്റും ഇല്ല കേട്ടോ. നമ്മളെ അവർ വെൽക്കം ചെയ്യുന്നത് തന്നെ ഒരു ഡ്രിങ്ക്സോടുകൂടിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു തണ്ണിമത്തൻ ജ്യൂസ് കഴിക്കുന്നത്. അത്യാവശ്യം പുളിയും നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ആയിരുന്നു. നമ്മുടെ ഫുഡ് മെനൂസ് ഒക്കെ ഓരോന്നായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് മെനുവിന്ന് ഫ്രൈഡ് റൈസും നൂഡിൽസും ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്തു. ആദ്യം തന്നെ സ്റ്റാർട്ടർ ആയിട്ടൊരു സൂപ്പാണ് പറഞ്ഞത്. ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ദൃശ്യം സിനിമയിലെ ജോർജുട്ടി ഹിറ്റാക്കിയ ആ ദം ബിരിയാണിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ദം ബിരിയാണി തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 പീസ് ചിക്കനും ആ റൈസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്ന ഇവരുടെ ഫ്രൈഡ് റൈസും കടായി ചിക്കനും ആയിരുന്നു കേട്ടോ. കടായി ചിക്കന്റെ ടേസ്റ്റ് എടുത്തു പറയാൻ മാത്രം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കടായി ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും ഇവിടുത്തെ കടായി ചിക്കൻ ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ്. റൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് അവരുടെ നൂഡിൽസ് ആണ് നമ്മൾ ട്രൈ ചെയ്തത്. ഈ നൂഡിൽസിലുണ്ടല്ലോ നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നിറയെ വെജീസും ചിക്കനും മുട്ടയും എല്ലാം ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ എന്തായാലും നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കോട്ടയം മണിപ്പുഴ സിഗ്നലിനോട് ചേർന്ന് കിടക്കുന്ന ഈ മലബാറി റെസ്റ്റോറന്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും. അപ്പൊ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. സോ ഇതേപോലത്തെ ഫുഡ് ബ്ലോഗ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം.